സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു സവിശേഷത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ പൂക്കി മുഖ്യമന്ത്രി ശരിക്ക് തൂക്കിയിരിക്കുകയാണ്. പലരെയും തൂക്കി. വെള്ളാപ്പള്ളിയെ തൂക്കി, സുകുമാരൻ നായരെ തൂക്കി, മീഡിയ വൺ ചാനലിനെ തൂക്കി, അതിലെ ദാവൂദ് ഇബ്രാഹിമിനെ തൂക്കി, ഒക്കെ തൂക്കി. ഞാൻ അവരുടെ ശാരീരികമായിട്ടുള്ള ചില സവിശേഷതകൾ എല്ലാവരും പിന്നെ ഭൂരിപക്ഷം അറിയപ്പെട്ടിരുന്നവർ AK ആൻ്റണി, EMS നമ്പൂതിരിപ്പാട്, AK ആൻ്റണി തുടങ്ങിയിട്ടുള്ളവരൊക്കെ പോലെ തന്നെ VD സതീശനും ഉയരം വളരെ കുറവാണ്. അതിന് വേറെ പണച്ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല, കാരണം അത് ബോഡി ഷേവ് ചെയ്യാം. പക്ഷേ അവരെ ഒരു VS അച്യുതാനന്ദൻ, AK ആൻ്റണി, VS അച്യുതാനന്ദൻ, സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട്, VD സതീശൻ മേനോൻ എന്ന് പറയുമ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, സുകുമാരൻ നായർ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം എതിർത്തത് ഒന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ മൂപ്പര് നായരായിട്ട് അംഗീകരിക്കാതെ ഇരുന്നത് VD സതീശനെയാണ്. പണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അംഗീകരിക്കാതെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെയാണ് രമേശ് ചെന്നിത്തല മതി ആഭ്യന്തര വകുപ്പ് താക്കോൽ സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട്, നായരായ തിരുവഞ്ചൂർ കുറച്ച് കറുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് വെളുത്ത നായർ വേണമെന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയത്. പക്ഷേ രമേശ് ചെന്നിത്തല കേരളം കണ്ട മികച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരിൽ ഒരാളായിരുന്നു. ഈ ടൈമിൽ അദ്ദേഹം ഒന്നുകൂടി കഴിവ് തെളിയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ VD സതീശനെ ഇയാൾക്ക് ഭയങ്കര ചതുർത്ഥിയായിരുന്നു. VD സതീശൻ അച്ഛൻ്റെ പേര് ചേർത്തത് ദാമോദർ മേനോനോ അല്ലേ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അച്ഛൻ്റെ പേര് കൂട്ടിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വളരെ കൃത്യമായൊരു മെസ്സേജ് സുകുമാരൻ നായർ കൊടുക്കുക. എടാ പെരുന്നാ പോപ്പേ, നീ നായരാണെങ്കിൽ ഞാൻ മേനോനാ എന്നുള്ളത് തന്നെയാണ്. അതായത് രണ്ടുപേരും നായർ സമൂഹത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത്. അത് സുകുനായർക്കുള്ള നല്ലൊരു പൊട്ടാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും, വെള്ളാപ്പള്ളി ആകപ്പെട്ടിരിക്കുകയല്ലേ. ഈഴവ സമുദായമാണ് പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാരിലെ ശതമാനക്കണക്കിൽ. നീ ഇവിടെ ഈഴവന്മാരുടെ മുഴുവൻ പ്രതിനിധിയായി സംസാരിച്ചു കഴിഞ്ഞാൽ, സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ട് വില പേശിയാൽ, നീ പറയുന്നിടത്തല്ല ഇവിടുത്തെ ആളുകൾ നിൽക്കുന്നത്. അവരെനിക്ക് വോട്ട് ചെയ്തു, നിന്റെ വാക്കുകൾ നിന്റെ ആഹ്വാനങ്ങൾ ലംഘിച്ചുകൊണ്ട് എന്ന ഒരു മറുപടിയാണ് വെള്ളാപ്പള്ളി നടേശന് കൊടുത്തിരിക്കുന്നത്. ഇവന്മാരുടെ രണ്ടുപേരുടെയും തിണ്ണനിറങ്ങാൻ പോകാതെ തന്നെ വിജയിക്കുകയും ചെയ്തു, മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അവരുടെ രണ്ടുപേരുടെയും കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അവർ രണ്ടുപേരും ഒരുപാട് ഇടപെടലുകൾ നടത്തുകയും സതീശനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും KC-ക്ക് വേണ്ടിയിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ KC-ക്ക് വേണ്ടിയിട്ടായി. എന്നിട്ട് ആര് വന്നാലും സതീശൻ വരരുത് എന്നുള്ള വാശി പിടിച്ചപ്പോഴും അവരുദ്ദേശിച്ചത് നടന്നില്ല, സതീശൻ വന്നു. ആ മണ്ഡലത്തിൽ ഈഴവർക്ക് വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഈഴവർക്ക് കൂടുതൽ സ്വാധീനമുള്ള പറവൂർ മണ്ഡലത്തിൽ നിന്ന് VD സതീശൻ വിജയിക്കുന്നു. ഞാൻ മേനോനാണ് എന്നുള്ളത് സുകുമാരൻ നായരെടുത്ത് സത്യപ്രതിജ്ഞയിലൂടെ പറയാതെ പറയുന്നു. മൂന്നാമത്തെ ടീം നിങ്ങൾ ആലോചിച്ചു, അതുമല്ലേ ഇവർ നായാടി മുതൽ നായർ വരെ എന്നൊക്കെ പറഞ്ഞു. നായാടി മുതൽ നായർ വരെയുള്ളവരുടെ വോട്ടുകൾ നേടി അദ്ദേഹം മുഖ്യമന്ത്രിയായി എന്നുള്ളതാണ്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകളുടെ മുഴുവൻ വോട്ട് നേടി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, വെള്ളാപ്പള്ളി നടേശൻ്റെ പിണറായി ഭക്തിയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതെല്ലാം പൊളിഞ്ഞുപോയി, എല്ലാം പൊളിഞ്ഞുപോയി. ഇനി മൈക്രോ ഫിനാൻസ് ഒക്കെ എപ്പോൾ പൊങ്ങി വരുന്നുള്ള അറിയില്ല. അത് ചിലപ്പോൾ പൊങ്ങി വരാൻ സാധ്യതയില്ല. കാരണം ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തലയുടെ കയ്യിലായതുകൊണ്ട് ചിലപ്പോൾ അത് സബൂറാക്കാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി സെലക്ട് ചെയ്ത സമയത്ത്, തീരുമാനം പ്രഖ്യാപിച്ച സമയത്ത്, മുക്കാൽ വൺ ചാനലിലെ ദാവൂദ് നീറോ ചക്രവർത്തി വീണ വായിക്കുന്നു പറഞ്ഞ ഒരു കസേരയ്ക്ക് ഇട്ടിട്ട് ഭയങ്കര ആഹ്ലാദത്തിൽ വീണ വായിക്കുന്ന ഒരു രീതിയിലുള്ള പോസ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടു. എന്തായി? മുക്കാൽ വൺ ചാനലിൻ്റെ മുഖത്തടിച്ച മാതിരിയാണ് മാധ്യമോപദേഷ്ടാവിനെ നിശ്ചയിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ കേൽക്കറെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആക്കി. അപ്പോൾ തന്നെ ആദ്യത്തെ അടി കൊടുത്തു, ഒരു കരണത്തോ അടിച്ചു. അപ്പോൾ മുക്കാൽ വൺ ചാനലും മീഡിയ വൺ ചാനലും അതിൻ്റെ ദാവൂദും കൂടി ആ കവളിങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുമ്പോണ്ട് അടുത്തടി ഇപ്പുറത്ത് കൂടി രണ്ടാമത്തെ അടി. അതെന്താ? റോയ് മാത്യുവിനെ പിടിച്ചിട്ട് മാധ്യമോപദേഷ്ടാവാക്കി. CG കടക്കിൽ പ്രസ് സെക്രട്ടറിയാണ്. പ്രതിപക്ഷ നേതാവുമ്പോഴും CG കടക്കിലായിരുന്നു പ്രസ് സെക്രട്ടറി. പക്ഷേ അതിന് പുറമെ റോയ് മാത്യു ആരുടെ നോമിനിയാണ്? ഷാജൻ സ്കറിയയുടെ നോമിനിയാണ്. ഷാജൻ സ്കറിയെ ഇപ്പോഴും മീഡിയ വൺ മാധ്യമപ്രവർത്തകനായിട്ട് അംഗീകരിച്ചിട്ടില്ല. മറിച്ച് അവർ പറയുക ഒരു യൂട്യൂബർ, ഒരു വിദ്വേഷ യൂട്യൂബർ എന്നൊക്കെയാണ് പറയാറുള്ളത്. അങ്ങനെയാണ് പറയാറുള്ളത്. അവരുടെ ഭാഷയാണത്. മുക്കാൽ വൺ ചാനലിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഈ റോയ് മാത്യു ഉൾപ്പെടെയുള്ളവരുടെ പെർമിഷൻ കിട്ടണം. ആലോചിച്ച് നോക്കൂ. റോയ് മാത്യു മറുനാടൻ മലയാളി ചാനലിൽ വേണ്ടി വർക്ക് ചെയ്തതാണ്, അതിൽ പ്രവർത്തിച്ചതാണ്. മാത്രമല്ല നാഷണൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിന് തന്നെ ഒരു ചാനലുണ്ട് ആലുവയിൽ.
അവിടെ ഞാൻ കുറച്ച് കാലം ചെയ്തിരുന്നതാണ്. പക്ഷേ എനിക്ക് പിന്നെ ചില സാങ്കേതിക ബുദ്ധിമുട്ട് ആലുവേലിയ താമസിച്ചിരുന്ന സമയത്ത് ഞാൻ അവിടുന്ന് കാക്കനാടേക്ക് താമസം മാറ്റിയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിടാൻ എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, ഈ യാത്ര എനിക്ക് പ്രശ്നമാണ്, അവിടെ എനിക്ക് നടക്കില്ല. മറ്റേ ഞാൻ രണ്ടിടത്തും ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ചെയ്തിട്ട് അവിടുന്ന് മെട്രോയ്ക്ക് കയറിയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് 2 സ്റ്റോറി ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ ഇനിയിപ്പോൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ്. എല്ലാ സ്ഥലത്തും ഞാൻ സ്നേഹത്തോടെ പിരിഞ്ഞു പോകുന്നത്. ആ പറഞ്ഞ ചാനലിലും റോയ് മാത്യു ചെയ്തിരുന്നു, മറുനാളിലും ചെയ്തിരുന്നു. മറുനാളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഈ പറയുന്ന ദാവൂദ് ഇബ്രാഹിമിനെ ഇതുവരെ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവാകുമ്പോൾ ഇഫ്താർ പാർട്ടിക്കോ ബാക്കിയുള്ള പെരുന്നുകൾക്കോ വിളിച്ചിട്ടില്ല. മുക്കാൽ വാൺ ചാനലിലെ അടുപ്പ് കൂട്ടി ചർച്ചയിലിരുന്ന ഒരുത്തനെയും വിളിച്ചിട്ടില്ല. പക്ഷേ ഷാജിസ് കറിയെ ക്ഷണിച്ചിട്ടുണ്ട് വിശിഷ്ടാതിഥിയായിട്ട്. ആ ഷാജിസ് കറിയും കൂടിയാലോചനയുടെയും നിർദ്ദേശത്തിൻ്റെയും ഭാഗമായിട്ട് റോയ് മാത്യുവിനെ കൊണ്ടുവന്ന് മാധ്യമോപദേഷ്ടാവാക്കി. ഈ അമ്പലങ്ങൾ മുഴുവൻ സന്ദർശിക്കുന്നു വി.ഡി. സതീശൻ. ഇവർ കരുതിയത് വി.ഡി. സതീശൻ നാളെ സുന്നത്ത് ചെയ്തിട്ട് ഓരോ മുഖത്ത് പോയി ചേരുന്ന എഴുതിയത്, ആട് വയ്ക്കാൻ പോകുന്ന എഴുതിയത് ഈ ജിഹാദികൾ. റോയ് മാത്യുവിൻ്റെ എല്ലാ കാര്യത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ റോയ് മാത്യു വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ചില വർഗീയ നിലപാടുകൾ എടുത്തതിനോട് എനിക്ക് യോജിപ്പുണ്ട്. എന്നാൽ തന്നെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് യു.പിയിൽ കൊണ്ടുവന്ന നിയമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ നടക്കുന്നവന്മാർ ഇനിയുള്ള കാലം ശിഷ്ടകാലം ഹൂറികളോടൊപ്പം കഴിയട്ടെ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട്. തികഞ്ഞ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളോട് എനിക്ക് വിയോജിപ്പുള്ള ആളാണ്. അത് സത്യസന്ധമായിട്ട് തന്നെ തുറന്നു പറയുന്നു. പക്ഷേ ഇവരെന്താണോ ആഗ്രഹിച്ചത് അതിനെതിരായിട്ടുള്ള നിലപാടെടുക്കുന്ന മൗദൂദികൾ എന്താണോ എത്രത്തോളം തീവ്രമായി മുസ്ലിം വർഗീയത പറയുന്നു, അതിനേക്കാൾ തീവ്രമായി മുസ്ലിം വിരുദ്ധ വർഗീയത പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് റോയ് മാത്യു. അങ്ങനെയുള്ള റോയ് മാത്യുവിനെ പിടിച്ചുവിട്ടിരുന്നു. അതായത് വെട്ടാൻ വരുന്ന പോത്തിനോട് വേദോതിട്ട് കാര്യമില്ല, അതിനെ പ്രതിരോധിക്കണം. അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലാണ്. പക്ഷെ അത് നമ്മളെ സെക്യുലർ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവം തകർക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെയും നിങ്ങളെയും പോലെ മതേതര വിശ്വാസികളായ ആളുകൾക്ക് മനസ്സിന് നൊമ്പരമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് 2 കൂട്ടരെയും ഭാഗത്തു നിന്നുണ്ടായതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് എൻ്റെ പോസ്റ്റുകളുടെ ഇടയിൽ വന്നിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്, രാജൻ ജോസഫ് പെട്ടെന്ന് പോലെ സ്വഭാവം മാറി, ഭരണം മാറിയപ്പോഴേക്ക് UDF ആളായി. ഞാൻ ഭരണം മാറിയപ്പോഴെന്നുള്ളതല്ല, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഞാൻ നടത്തിയിട്ടുള്ളത്, അതായത് എൻ്റെ ചാനലിൽ എൻ്റെ സുഹൃത്ത് ഇരുന്ന് പറവൂരിൽ വി.ഡി. സതീശൻ തോക്കെന്ന് പറഞ്ഞിരുന്നു, LDF അധികാരത്തിൽ 78 സീറ്റോടുകൂടി വരും എന്ന് പറഞ്ഞിരുന്നു. അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു 20% സാധ്യത മാത്രമേ LDF അധികാരത്തിൽ വരാൻ ഞാൻ കാണുന്നുള്ളൂ എന്ന് ഞാൻ പലവട്ടം ചാനലിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരു സീറ്റ് കിട്ടിയാൽ കിട്ടി പൊന്നാനി, ഇല്ലെങ്കിൽ 16-ൽ 16ഉം UDF പിടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. പല സീറ്റുകളുടെയും കാര്യത്തിൽ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്ക് അതിനകത്ത് പിഴവ് പറ്റിയെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കൊച്ചി പിടിക്കുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ കളമശ്ശേരിയിൽ രാജു തോക്കുന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പറവൂരിൽ വി.ഡി. സതീശൻ ജയിക്കും തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ടൈസൺ മാഷ് വന്നെങ്കിലും ടൈസൺ മാഷ് ചിലപ്പോൾ ഇച്ചിരി ടൈറ്റ് ആക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ വി.ഡി. സതീശൻ ജയിക്കും തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എൻ്റെ ചാനലിലുള്ള ആളുകൾ ബാക്കിയുള്ളവർ പറയുന്ന ആ ചാനൽ എൻ്റെ ചാനലല്ല. ഞാൻ ആ ചാനലിൽ പോകുന്നു, എൻ്റെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, ദിവസം 2 പരിപാടി 2 ചർച്ചയ്ക്ക് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. ഞാൻ പറയുന്ന അഭിപ്രായം ഒരിക്കലും ചാനലിൻ്റെ അഭിപ്രായമല്ല. ചാനലിൽ പറയുന്ന എല്ലാ അഭിപ്രായവും എൻ്റെ അഭിപ്രായമല്ല. പക്ഷേ അത് എൻ്റെ ചാനലിൽ നിന്നോ അവരുടെ ചാനലിൽ നിന്നോ വ്യത്യാസമില്ലാതെ ഞങ്ങൾ വളരെ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അത് മനസ്സിലാക്കുക. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അവിടെ പറഞ്ഞ എല്ലാത്തിനും ഞാൻ മറുപടി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറവൂരിൽ വി.ഡി. സതീശൻ തോക്കുന്നു ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാനും മാത്രം പൊട്ടണമെന്നല്ല ഞാൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ള ചില ധാരണകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. അത് ആ വിവരം കൊടുത്ത സോഴ്സുകളുടെ പ്രശ്നമാണ്. അതെൻ്റെ തലയെ കൊണ്ടൊന്നും കെട്ടിവെക്കേണ്ട ആവശ്യമില്ല. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ജിഹാദികൾക്ക് നല്ല കൊട്ടാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ, ഷാജസ് കറിയെ വിരുന്നിന് വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഇവരെ ആരെയും വിളിച്ചിട്ടില്ല. ഇവർ കരുതിയത് സതീശനുണ്ട് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ മുക്കാൽ വൺ ചാനലിൻ്റെ ദാവൂദ് ഇബ്രാഹിമിനെ പിടിച്ച് പ്രസ് സെക്രട്ടറി ആക്കും, നിഷാദ് റാവുത്തറെ പിടിച്ചിട്ട് മാധ്യമ ഉപദേഷ്ടാവാക്കും, അവരെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ പിടിച്ചിട്ട് സെക്രട്ടറി ആക്കുന്ന ആരാ സെക്രട്ടറി? രത്തൻ ഖേൽക്കർ, ചീഫ് ഇലക്ഷൻ ഓഫീസറായിരുന്ന അദ്ദേഹത്തെ പിടിച്ചിട്ട് ആക്കി. ഇവരേറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ളതാണ്. ഈ ഇലക്ഷൻ കമ്മീഷനെ തന്നെ മൊത്തത്തിൽ എതിർക്കുന്നവരവരെ മൊത്തം BJPയുടെ ആണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഇതൊക്കെ നടന്നത്. എന്തായിരുന്നാലും എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം വെള്ളാപ്പള്ളിക്ക് കിട്ടേണ്ടത് കിട്ടി, സുകുമാരൻ നായർക്ക് മുഖത്തടിച്ച പോലെ കിട്ടേണ്ടത് കിട്ടി,
മുക്കാൽ മൺ ചാനലിനും അതിലെ ദാവൂദ് ഇബ്രാഹിമിനും രണ്ട് കവിടത്തും കിട്ടുക മാത്രമല്ലിട്ട് നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുന്നത് പോലെയായി ഈ റോയ് മാത്യുവിനെ പിടിച്ച് മാധ്യമം ഉപദേഷ്ടാവാക്കിയത്. കാരണം അത്ര കണ്ട് ഇവരെത്രത്തോളം തീവ്രമായി മുസ്ലിം വർഗീയത പറയുന്നു അത്രത്തോളം തീവ്രമായി മുസ്ലിം വിരുദ്ധ വർഗീയത പറയുന്ന ഒരാളാണ് ഈ റോയ് മാത്യു. എന്തായിരുന്നാലും ഞാൻ മുസ്ലിം വർഗീയതയോട് യോജിക്കുന്നില്ല, ഇസ്ലാമോ ഫോബിയോട് യോജിക്കുന്നില്ല, ക്രിസ്ത്യൻ വർഗീയതയോട് യോജിക്കുന്നില്ല, ഹിന്ദു വർഗീയതയോട് യോജിക്കുന്നില്ല. ഞാൻ CPM-ന്റെ പ്രവർത്തകനല്ല, CPI-യുടെ പ്രവർത്തകനല്ല, BJP-യുടെ അനുഭാവിയല്ല, കോൺഗ്രസിൻ്റെ അനുഭാവിയല്ല, ലീഗിൻ്റെ അനുഭാവിയല്ല. എല്ലാത്തിലുള്ള നല്ല മനുഷ്യരെ അംഗീകരിക്കുകയും നല്ല കാര്യങ്ങളെ അംഗീകരിക്കുകയും എതിർപ്പുള്ളതിനെ അങ്ങേയറ്റം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. തൽക്കാലം എൻ്റെ തല എവിടെയും പണയം വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഉദ്ദേശിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയും, ഞാൻ ഇന്ന പാർട്ടിയിൽ പോയി ചേരാൻ പോവുകയാണ്, ഇനി എൻ്റെ പ്രത്യയശാസ്ത്രം അതായിരിക്കുമെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഐഡിയോളജി ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തിന് യോജിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, പരിപൂർണമായി തികഞ്ഞ ഒരു പ്രസ്ഥാനം ഞാൻ ഇതുവരെ കാണാത്തത് കൊണ്ടാണ് ഞാൻ പോകാത്തത്. നാളെ ഒരിക്കൽ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ തോന്നിയാൽ ആ സമയത്ത് പറയുന്നതാണ്. അല്ലാതെ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അനിയത്തിമാർക്ക് വേറെ അഭിപ്രായമുള്ളത്. എൻ്റെ അമ്മ ഏറ്റവും അടുത്ത ബന്ധുവാണ് BS ജോയി, കോൺഗ്രസിൻ്റെ നേതാവാണ്, MLA ആയി. അതുപോലെ ഉള്ളിക്കെട്ടി ജലീലിക്ക് എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള, ആത്മബന്ധമുള്ള, വളരെ സ്നേഹബന്ധമുള്ള ഒരു എന്താ പറയുക ആദരവുള്ള ഒരു മനുഷ്യനാണ് ജലീൽക്ക. പക്ഷെ അതൊക്കെ അവനുടെ രാഷ്ട്രീയമാണ്. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എൻ്റെ അമ്മേൻ്റെ സഹോദരിയുടെ മകൻ, അവനിപ്പോഴും BJP-യുടെ നേതാവാണ്. അതൊക്കെ വേറെ കാര്യങ്ങൾ. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അത് അരാഷ്ട്രീയതയല്ല, അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ അത് പലപ്പോഴും കേൾക്കുന്നവർക്ക് തോന്നും അരാഷ്ട്രീയതയാണ്. കാരണം ആൾക്കാരുടെ ധാരണയിൽ രാഷ്ട്രീയം എന്നത് കക്ഷി രാഷ്ട്രീയമാണ്. അങ്ങനെയല്ല. പാർട്ടി പൊളിറ്റിക്സിനപ്പുറത്ത് നിൽക്കുന്ന ഒന്നാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഞാൻ പറയണമല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എനിക്ക് വട്ടാണ്, എനിക്ക് അല്ലെങ്കിലേ വട്ടുണ്ട്. എന്തായിരുന്നാലും എനിക്ക് സന്തോഷമായി. VD സതീശൻ്റെ സത്യപ്രതിജ്ഞ, തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് രത്തൻ കേൽക്കറെ, അദ്ദേഹത്തിൻ്റെ മാധ്യമോപദേഷ്ടാവായി റോയ് മാത്യുവിനെ തെരഞ്ഞെടുത്തത്, സത്യപ്രതിജ്ഞയിൽ മേനോൻ എന്ന വാക്കുപയോഗിച്ചത്, ഒക്കെ എനിക്കിഷ്ടമായി, ഗംഭീരമായി എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട്, അതായത് ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കി മുഖ്യൻ ഇവന്മാരെയൊക്കെ തൂക്കി.